വാവനോട് പറഞ്ഞു എനിക്ക് ഡയമണ്ടിന്റെ മോതിരം വാങ്ങി തരാന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പ്ലസ് ടുലെത്തിയ ഒരു ചെറുക്ക് 7ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടീനെ നോക്കി. പക്ഷെ എനിക്ക് ഇഷ്ടം ഉണ്ടായില്ല. അന്ന് വെറും ഒരു കോഴിയായിരുന്നു. ബാക്കിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കൂടുതൽ. എന്താ വാങ്ങിക്കൊടുക്കും? ഓള് പറഞ്ഞ പിന്നെ എന്താ വാങ്ങിക്കൊടുക്കുന്നത്? അനക്ക് ഒന്നും മൈൻഡ് തരൂലടി. നിങ്ങൾ വാങ്ങിത്തന്നെ, നിങ്ങളെ പൈസ ഒക്കെ ടൈം പാസ് അല്ല, സീരിയസ് ആയിട്ട് നോക്കണേന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമുക്ക് ഇത്രയും കൊല്ലങ്ങളാവില്ല. അപ്പൊ അങ്ങനെ ഉള്ളിൽ കൂടി ഞാൻ ചാടിരിക്കട്ടെ എന്നാലും കാണാൻ. തന്നിട്ട് പോയതെന്ത് തഞ്ചത്തില് നെഞ്ചിന്റെ ജാഗിരി തള്ളി തുറന്നിട്ട് പഞ്ചാര ചാക്കുകൾ തട്ടി മറിച്ചിട്ട് എനിക്ക് പേടിയായിരുന്നു. ഞാൻ പക്ഷെ ചെറിച്ച് മറിച്ച് ഞാൻ എന്നിട്ടും പേടിയില്ലാത്ത മതി വെറുതെ ചെറിച്ചു ഒരാവശ്യമില്ല. ഞാൻ വെറുതെ ഇവളോട് പറഞ്ഞു, ഇവള് 32 പല്ലും പുറത്തേക്ക്. കാരണം ഞാൻ ആഗ്രഹിച്ച് കിട്ടിയതായിരുന്നു. നമുക്കുള്ളിലല്ല ആഗ്രഹമായി കിട്ടണം. ഞാൻ ഇത് കയ്യിൽ നിന്ന് വഴുതി പോയിന്ന്, ഞാൻ എന്റെ ലൈഫിൽ ഞാൻ സത്യം പറഞ്ഞ കയ്യിൽ നിന്ന് വഴുതി പോയിന്ന് ഞാൻ ശരിക്കും കരുതിയ കാര്യമാണ്. ഇവന്റെ കൂടെ അല്ല ലൈഫ്. വല്ല ഞാൻ ഫുള്ള് ഞാൻ കഴിഞ്ഞൊന്ന് എഴുതി നിൽക്കായിരുന്നു. അതിന്റെ ഇടയിൽ പിന്നെ കിട്ടിയെന്ന് അറിയുമ്പോ പിന്നെ ഒരു ഇതുണ്ടാകുമല്ലോ. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ആറാടും പൂമ്പാറ്റ ആയിരമായിരമാത്തിരം മുന്നേ ആടലും പാടലുമായി പൊങ്ങിപ്പരന്നേ നെഞ്ചും വിചാതിരി തള്ളി തുറന്നിട്ട് പഞ്ചാര ചാക്കുകൾ തട്ടി മറിച്ചിട്ട് പറഞ്ഞ ഓണമുത്തപ്പ കെട്ടിച്ചേരാ. ഞങ്ങള് പറഞ്ഞപ്പോ തന്നെ വീട്ടുകാർക്ക് ഭയങ്കര സമ്മതമായിരുന്നു. ഭയങ്കര സപ്പോർട്ട്. അലക്കാണ് പാടത്ത് കൂടി. ഞാൻ നല്ല കുട്ടിയായിരുന്നു. നല്ലതോ ഞാൻ നല്ല കുട്ടിയായിരുന്നു. തല താത്തി ഇങ്ങനെ പോണെന്നെ ഇങ്ങനെ നടന്നതിന് ഓൻ ഇങ്ങനെ അടിച്ചിനെ കൊണ്ട്. അപ്പൊ ഞാൻ രാവിലെ ഇങ്ങനെ പോകും, മുടിയൊക്കെ സ്പൈക്ക് ഒരു വലിപ്പമില്ലാത്ത കുപ്പായോ പാന്റൊക്കെ സ്കിന്നാക്കി പോയിട്ട് അങ്ങനെ കണ്ടതാ. അങ്ങനെ കണ്ടു കുട്ടിനെ അതൊന്നുമില്ല. ദുബായിന്നൊക്കെ ഞങ്ങളെ വെറുതെ പറയാ. 24 മണിക്കൂർ ഞങ്ങളങ്ങനെ വല്ലാതെ ഒന്നും വിളിക്കൂല. ഒരു ദിവസം രാത്രി ഒരു 12 മണിയൊക്കെ തൊട്ട് രാവിലെ 2 മണി വരെ. ഭയങ്കര ദൂരാണ് വീട്ടുകാര് തമ്മില്. ഭയങ്കര എത്ര 2 മിനിറ്റ് ഒക്കെ ഉണ്ട് വരും നോളെ വരും. ഞങ്ങളത് 2 പേരക്കാരും വെക്കൂലായിരുന്നു. അപ്പൊ ഞങ്ങളെ ബുദ്ധിയിൽ തോന്നിയൊരു സംഭവം ഞങ്ങൾ ചെയ്തപ്പോ വീട്ടുത്തോല് പിറ്റേന്ന് ഞങ്ങൾ നിക്കാഹ് കഴിപ്പിച്ചു പറഞ്ഞു. പിറ്റേന്ന് ഞങ്ങളെ നിക്കാണ് പിറ്റേന്ന് പറഞ്ഞു. രാത്രി 11 മണിക്ക് തന്നെ വിളിക്കണേ. രാത്രി 11 മണിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നാളെ നിക്കാണ് ഇവിടെ പള്ളിക്കത്തടന്ന് പറഞ്ഞു. രാത്രി ഇങ്ങനെ നിൽക്കണ ഒരു മനുഷ്യൻ, ട്രൗസറും ഷർട്ടും ഇട്ട് നിൽക്കണ ഒരു മനുഷ്യനോട് രാത്രി 11 മണിക്ക് വിളിച്ചിട്ട് എൻ്റെ നിക്കാണ് പറഞ്ഞു. ആ 11 മണി മുതൽ 1 മണി വരെ അതിൻ്റെ ഉള്ളിൽ മഹറുണ്ടാക്കി ജ്വല്ലറി കുത്തി തുറന്ന് സ്വർണം വാങ്ങി. കുത്തി തുറന്നല്ല കേട്ടോ, ജ്വല്ലറി പറഞ്ഞങ്ങാണ്ട് സ്വർണം വാങ്ങി. പുതിയാപ്പിളക്ക് എടുക്കാനുള്ള ഡ്രസ്സ് എടുത്തു. പിന്നെ ഇപ്പം എന്തൊക്കെയല്ലോ അതൊക്കെ എടുത്തു. പിറ്റേന്ന് അങ്ങനെ നടന്നൊരു സംഭവമായിട്ടായിരുന്നു.
അപ്പോൾ ക്യാമറമാൻ ക്യാപ്രിക്കൽ വെഡിങ്ങിനോടൊപ്പം റാഷിദ് അലി ബാബ, ജസ്ലിൻ സൈനപ്പ്. എന്താ ഇതിന് പറയടാ? സൈനപ്പോ സൈനപ്പ്. ബാക്കപ്പ്. ഓക്കെ ഇത് ഊരെ കടവില്ലെങ്കിൽ അവന് പിന്നെ വരും.